നിയമപരമായ പരിരക്ഷ ലഭിക്കാതിരുന്ന അസംഘടിത മേഖലയിലെ കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ പാസാക്കിയ ലേബർ കോഡ് 2025 എന്ന നിയമം വളരെ വലിയ ആശ്വാസമാകും. ലേബർ കോഡ് 2025 ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, കടകളും വാണിജ്യ സ്ഥാപനങ്ങളും ഈ മേഖലയിലെ തൊഴിലാളികൾക്കും ഗുണകരമായ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നിലവിലുള്ള സങ്കീർണമായ നിയമങ്ങൾ ലഘൂകരിക്കുന്നതിനോടൊപ്പം ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് കൂടുതൽ സുരക്ഷിതത്വവും ആനുകൂല്യവും ഉറപ്പാക്കുകയാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് തൊഴിലാളികൾക്ക് പുതിയ നിയമ ക്രമീകരണങ്ങൾ വഴി നിരവധി അവകാശങ്ങളും സംരക്ഷണങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട്. ജോലിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ സ്ഥാപന ഉടമ നിർബന്ധമായും അപ്പോയിൻമെൻറ്റ് ലെറ്റർ നൽകണം. മിനിമം വേതനം കൃത്യസമയത്ത്, അതായത് എല്ലാ മാസവും 7-ാം തീയതിക്കുള്ളിൽ നൽകണം. ആഴ്ചയിൽ പരമാവധി 48 മണിക്കൂർ ജോലി സമയം നിശ്ചയിച്ചിട്ടുണ്ടെന്നും ഓവർ ടൈമിന് ഇരട്ടി വേതനം ലഭിക്കുമെന്നും ഈ നിയമം ഉറപ്പാക്കുന്നു. 180 ദിവസം ജോലി പൂർത്തിയാക്കിയാൽ ശമ്പളത്തോടു കൂടിയ അവധിയും ESI, PF പോലുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളും ഘട്ടം ഘട്ടമായി ലഭിക്കും. സ്ത്രീകൾക്ക് രാത്രി ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യാൻ അനുമതി നൽകുന്നുണ്ടെങ്കിലും അവർക്ക് ജോലി സ്ഥലത്ത് മതിയായ സുരക്ഷയും യാത്രാ സൗകര്യവും ഉറപ്പാക്കേണ്ടത് തൊഴിലുടമയുടെ ഉത്തരവാദിത്വമാണ്. മുതിർന്ന തൊഴിലാളികൾക്ക്, അതായത് 40 വയസ്സിന് മുകളിലുള്ള തൊഴിലാളികൾക്ക് വാർഷിക ആരോഗ്യ പരിശോധന, ഫിക്സഡ് ടൈം തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി തുടങ്ങിയവ ഉൾപ്പെടുന്നു. അതേസമയം ചെറിയ സ്ഥാപനങ്ങൾക്ക് ചില രജിസ്ട്രേഷൻ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ടെന്നതും ഈ നിയമത്തിൻ്റെ പ്രത്യേകതയാണ്.